പഴമക്കാർ പറയുന്നതുപോലെ തിരുവാതിര ഞാറ്റുവേലയ്ക്ക് തിരുമുറിയാതെ മഴ പെയ്തില്ലെങ്കിലും പ്രദേശത്ത് ഇടയ്ക്കിടയ്ക്ക് തിമിർത്തു പെയ്യുന്ന മഴയിൽ കൈപ്പന്തുകളിയുടെ ആവേശം ഒട്ടും ചോരാതെ കളിച്ചുല്ലസിക്കുകയാണ് ഒരു കൂട്ടം കുട്ടികൾ. കോഴിക്കോട് നെച്ചാട് പഞ്ചായത്തിലെ കുറ്റാട് പ്രദേശത്തെ വെള്ളം നിറഞ്ഞൊഴുകുന്ന വയലിലാണ് ഇത്തരമൊരു കളിക്ക് വേദിയായത്. വേനലിൽ കളിച്ചുകൊണ്ടിരുന്ന വയലിൽ നെൽകൃഷിയുടെ സമയമായപ്പോൾ വിത്ത് ഇറക്കിയതോടെയാണ് ഇവർ തൊട്ടടുത്ത പരിമിതമായ സ്ഥലത്തേക്ക് കളി മാറ്റിയത്. മഴ ശക്തമായതോടെ വയൽ നിറഞ്ഞു കവിഞ്ഞൊഴുകാൻ തുടങ്ങി. എന്നാൽ പതിവ് പോലെ വൈകുന്നേരത്തെ കൈപ്പന്തുകളി ഒഴിവാക്കാൻ ഇവർ തയ്യാറായില്ല. വൈകുന്നേരങ്ങളിൽ തിമിർത്തു പെയ്യുന്ന മഴയത്ത് മുട്ടറ്റം വെള്ളം നിറഞ്ഞൊഴുകുന്ന വയലിൽ അവർ പന്തുരുട്ടി കളിച്ചു. പ്രദേശത്തെ നിരവധി കുട്ടികൾ വൈകുന്നേരമായാൽ മഴയിലും വെള്ളത്തിലും കൈപ്പന്ത് കളിക്കാൻ ഇവിടെ എത്തുക പതിവാണ്. എത്ര പേരുണ്ടെങ്കിലും മഴയിൽ കളിക്കാം. ഇരു കോർട്ടിലുമായി 12 പേരാണ് കൈപ്പന്ത് കളിയിൽ ഉണ്ടാവേണ്ടത്. എന്നാൽ ഇവരുടെ കളിയിൽ നിയമമൊന്നുമില്ല. എത്ര പേരുണ്ടെങ്കിലും കളത്തിലിറങ്ങി കളിക്കാം. കളിയിൽ ഔട്ടും റൈറ്റും തീരുമാനിക്കുന്നത് കരയിൽ പ്രത്യേക അടയാളം വെച്ച് അതിനു നേരെ വെള്ളത്തിൽ കോർട്ടിൻ്റെ ലൈൻ കണക്കാക്കിയാണ്. മഴയത്ത് വെള്ളത്തിൽ കളിക്കുന്നത് കൊണ്ട് വേഗത്തിൽ നീങ്ങി പന്തെടുക്കുവാനും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾക്ക് ഒരു കോർട്ടിൽ കളിക്കാനും പറ്റും. പന്ത് എടുക്കുമ്പോഴോ നീങ്ങുമ്പോഴോ എങ്ങനെ വീണാലും വെള്ളത്തിലായതുകൊണ്ട് പരിക്കു പറ്റുമെന്ന പേടിയും ഇവർക്കില്ല. നീന്തലിലും അതിവിദഗ്ധന്മാരാണ് ഇവർ. കൈപ്പന്ത് കളിയുടെ ആവേശത്തിൽ വെയിലും മഴയും ഞങ്ങൾക്ക് ഒരുപോലെയാണെന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നത്. പന്തുകളിയുടെ ലഹരിയെ തിമിർത്തു പെയ്യുന്ന മഴയത്തും തണുപ്പിക്കാനാവില്ല. ലൈറ്റ് ന്യൂസ് പേരാമ്പ്ര.